ഇന്ധനവില ദിവസേന എന്നോണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില വർധനവിനെ കൂടാതെ ഇടയ്ക്കിടെ പാചകവാതകത്തിൻ്റെ വില കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പെട്രോൾ ഡീസൽ വില നിർണ്ണയിക്കുന്നതിനും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരുന്നു. UPA ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ് ആ അധികാരം പെട്രോളിയം കമ്പനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ താൽപ്പര്യപ്രകാരം പെട്രോൾ ഉൽപ്പാദന രംഗത്തും വിതരണ രംഗത്തുമുള്ള കമ്പനികളുടെ താൽപ്പര്യപ്രകാരം യഥേഷ്ടം വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ടായത്. ഇപ്പോൾ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മോഡി ഗവൺമെൻറ് ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തു. ഇപ്പോൾ യഥേഷ്ടം പെട്രോൾ ഡീസൽ വില വർധനവും പാചകവാതകത്തിൻ്റെ വില വർധനവും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ ദുരിതപൂർണമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും താഴേക്കിടയിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാനാണ്, കക്കൂസുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സ്വച്ഛ് ഭാരത് മിഷൻ്റെ പരസ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമത്തിലുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ചിത്രമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ കേവലം ഈ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും അതിൻ്റെ ഉപഭോക്താക്കൾ സ്ത്രീകളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ജീവിതം താറുമാറാക്കാൻ ഇടവരുത്തുന്ന രൂപത്തിലുള്ള പദ്ധതികൾ സ്ത്രീകളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്യങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സാധാരണ എല്ലാവരും പറയാറുള്ളത് വീട്ടമ്മമാരുടെ ജീവിതമാണ് വലിയ രൂപത്തിൽ താറുമാറാവുന്നത് എന്നാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടമ്മ എന്നുള്ള ആ പദപ്രയോഗത്തിൻ്റെ കീഴിൽ വരുന്നത് ആരാണ്? വീട്ടമ്മ എന്ന് മാത്രമായിട്ടൊരു സ്ത്രീയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അവർ നാനാതുറകളിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന സ്ത്രീകളാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കുടുംബശ്രീയുടെ പ്രവർത്തകരായി, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മറ്റ് തരത്തിലുള്ള നാനാതരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി പോകുന്ന സ്ത്രീകൾക്ക് ഈ പാചകവാതകത്തിൻ്റെ വില അടിക്കടിയായിട്ട് വർദ്ധിക്കുന്നത് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അധ്വാന ഭാരം കൂടുകയാണ്. നേരത്തെ നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ വിറകടുപ്പുകൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനസാന്ദ്രത കൂടി, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീടുകളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ അടുക്കളകൾക്കകത്ത് പാകം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. വിറക് ലഭിക്കാനില്ല. വിറക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അടുപ്പുകൾ നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. മണ്ണെണ്ണയുടെ ലഭ്യതയില്ല. നേരത്തെ മണ്ണെണ്ണ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡിൽ വഴിയായിട്ട് മണ്ണെണ്ണ വിതരണം ചെയ്തിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതും എടുത്തു കളഞ്ഞു. ഇന്ധനത്തിനാണെങ്കിൽ പാചകവാതകത്തിനാണെങ്കിൽ നേരത്തെ നൽകിയിട്ടുള്ള സബ്സിഡിയും പിൻവലിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകൾക്കകത്ത് ഈ നാനാമേഖലയിലുള്ള തൊഴിലുകൾക്ക് വേണ്ടി പോകാൻ നിർബന്ധിതമാവുന്ന നമ്മുടെ സഹോദരിമാർ അവരുടെ അധ്വാന ഭാരം വലിയ രൂപത്തിൽ കൂടുകയാണ്. ഇപ്പം നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ, കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ ഈ വിറകിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് പാചകവാതകം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വില കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടമ്മമാർ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ വിറക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പലപ്പോഴും അവർ റബ്ബറിൻ്റെ കഷ്ണങ്ങൾ, റബ്ബറിൻ്റെ തടി, പാഴായി പോകുന്ന റബ്ബറിൻ്റെ തടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. അത് വലിയ രൂപത്തിൽ അതിൻ്റെ പുക ശ്വസിച്ച് വലിയ രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അടുക്കളക്കകത്ത് സ്ത്രീകളുടെ അധ്വാന ഭാരം കൂടുന്നതോടൊപ്പം അവരുടെ ശാരീരികമായിട്ടുള്ള, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സ്ഥിതിയും വളരെയധികം വഷളാവാൻ ഇടവരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ വീട്ടമ്മമാരുടെ അവസ്ഥയെക്കുറിച്ച് വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വിലക്കയറ്റം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് പാചകവാതകത്തിൻ്റെ വില
400 രൂപയോളായിരുന്നു, 399 രൂപയായിരുന്നു 2014 വില. അതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 828 രൂപയായിരിക്കുന്നത്. അപ്പോൾ അടിക്കടി ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഈ വർധനവ് സാധാരണ ഒരു നിശ്ചിത വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ദുരിതങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. സ്ത്രീകളുടെ അധ്വാനഭാരം കൂടുന്നു, സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇടവരുത്തുന്നതിന് കൂടി ഇതിടയാക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനിടയാക്കുന്ന രൂപത്തിലാണ് ഈ വിലവർധനവിനെ ന്യായീകരിക്കാൻ പോകുന്നത് എന്നാണ്. BJP ആയിക്കഴിഞ്ഞാലും BJPക്ക് പിന്തുണ നൽകുന്ന മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ, നമുക്കറിയാം UPA ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ അവർ കേരള രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് 50 രൂപക്ക് ഒരു ലിറ്റർ പെട്രോളിന് 50 രൂപയാക്കുമെന്നാണ്. അതുപോലെ തന്നെ പാചകവാതകം അവർ സബ്സിഡി നിരക്കിൽ വളരെ മിതമായ നിരക്കിൽ വീടുകളിൽ എത്തിച്ചു നൽകും എന്നൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. BJPയുടെ നേതാക്കന്മാർ നിരവധിയായിട്ടുള്ള സമരങ്ങൾ അന്ന് UPA ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ വിലവർധനവിനെതിരായിട്ട്, ഇന്ധനവിലക്കും അതുപോലെ പാചകവാതകത്തിൻ്റെ വിലവർധനവിനും ഒക്കെ എതിരായിട്ട് കാളവണ്ടിയിൽ കയറിയിട്ട് സമരം നടത്തിയൊക്കെ തന്നെ ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഈ ധനവകുപ്പിൻ്റെ ചുമതലയേറ്റതിന് ശേഷം ഈ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം വലിയ പരിതാപകരമാക്കുന്ന രൂപത്തിലാണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് വലിയ വില കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയും ഈ ഇന്ധന വില വർധനവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിത്യോപയോഗത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വിതരണം ചെയ്യാനും അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനും ഭക്ഷ്യ കിറ്റുകൾ നൽകാനും ഒക്കെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തു കൂട്ടുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന അതിൻ്റെ ഗുണപരമായിട്ടുള്ള അവസ്ഥയടക്കം ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ദ്രോഹകരമായിട്ടുള്ള നയങ്ങളുടെ ഭാഗമായിട്ട് ഇല്ലാതായി പോകുന്നു എന്നുള്ള വസ്തുത വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതാണ്. ഒരു സ്ത്രീ കേന്ദ്ര ധനവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് രാജ്യത്തെ സ്ത്രീകളെ തള്ളിക്കൊണ്ടു പോകുമ്പോൾ അതിനെ എതിരിടുന്നതിന് വേണ്ടി ആരാണ് രംഗത്ത് വരുന്നത് എന്നാണ്. നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആ ഉത്തരവാദിത്വം, ഭരണകൂടത്തിൻ്റെ നെറികേടുകളെ ചോദ്യം ചെയ്യാനുള്ള ആർജവം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ നിലപാടിനെതിരായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരായിട്ട് ഇന്ന് രാജ്യത്ത് മുന്നോട്ട് വരുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്, മറ്റ് മതേതരത്വ പാർട്ടികളാണ് എന്നുള്ള വസ്തുതയും നമ്മൾ കാണുന്നുണ്ട്. ഡൽഹിയിൽ, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന കർഷക സമരത്തിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ കാർഷിക രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൃഷിക്കാരുടെ അടക്കം ജീവിതം താറുമാറാവുന്ന സമയത്ത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയെടുക്കാൻ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ ഇടപെടലുകൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഇന്ന് നിർവഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. തീർച്ചയായും ആ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ബദൽ രാഷ്ട്രീയം ഈ രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ കറുതുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം തന്നെ ശക്തിപ്പെടുത്താൻ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്.